ശ്രീ ചവറ ജയകുമാർ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കേരള NGO അസോസിയേഷൻ്റെ തിരുവനന്തപുരം നോർത്ത് സൗത്ത് ജില്ലാ കമ്മിറ്റികളുടെ ഭാരവാഹികളെ, സഹോദരന്മാരെ, ഇന്ന് NGO അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു വഞ്ചനാദിനം ആചരിക്കാനിടയായ സാഹചര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 12ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലുമുള്ള മെല്ലെപ്പോക്ക്, സാമ്പത്തിക പ്രയാസം, എന്നാൽ മറുഭാഗത്ത് ദൂർത്തടി, ഇതാണിന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പ് തന്നെ ഇതേ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തന്നെ റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവരുടെ പെൻഷൻ പരിഷ്കരണം പോലും നടപ്പാക്കാത്തതിനെതിരെ സമരം നടക്കുകയാണ്. സർവീസിലുള്ളവരും സമരത്തിലാണ്, റിട്ടയർ ചെയ്തവരും സമരത്തിലാണ്. മാത്രമല്ല, സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇപ്പോൾ നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. കാരണം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അതിൽ ഭരണകക്ഷി യൂണിയൻകാരുണ്ട്. അപ്പോൾ ആർക്കാണ് പരാതിയില്ലാത്തത്? ഇവിടുത്തെ ഒരു അവസ്ഥ അതാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, ആരോഗ്യരംഗം കേരളത്തിൽ ഏറ്റവും ഭയാനകമായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടുള്ള ഡോക്ടർ തന്നെ തനിക്കൊരു ഓപ്പറേഷൻ നടത്താനുള്ള ഉപകരണങ്ങൾ പോലും സർക്കാർ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവം ഇന്ന് വളരെ ചർച്ചയായിരിക്കാം. മാത്രമല്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നാൽ അവിടെ പോലും ഡോക്ടർമാരില്ല, ആവശ്യത്തിന് മരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ കോടികളുടെ കുടിശ്ശികയാണ് മരുന്ന് വാങ്ങിയത്. അത് കാരണം മരുന്ന് കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല. ചെല്ലുമ്പോൾ ഡോക്ടർമാർ കൈമലർത്തുക, അതൊരു ഭാഗത്ത്. എന്നാൽ മറുഭാഗത്തെ അവസ്ഥ എന്താ? മറുഭാഗത്ത് ധൂർത്താണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ, രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് 100 കോടിയാണ് ചെലവഴിച്ചത്. അത് ചെലവഴിക്കാൻ നിങ്ങൾക്ക് കാശുണ്ട്. അതുപോലെ തന്നെ PSC ചെയർമാൻ, 2.25 ലക്ഷം ശമ്പളം ഉണ്ടായിരുന്ന PSC ചെയർമാന് ദത്ത ഉൾപ്പെടെ ഇപ്പൊ 4,16,000 രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. PSC അംഗങ്ങൾക്ക് 3,80,000 രൂപ ശമ്പളം. ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇവരുണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റിന് വല്ല വിലയുണ്ടോ? അത് വല്ലതും ക്യാൻസൽ ചെയ്യും. ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാന്ന് പറഞ്ഞ പോലെ ആ ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് 9 വർഷം മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നുള്ളത് ഇതുവരെ അക്കാര്യത്തിനെ കുറിച്ച് ഒരു നടപടി സ്വീകരിക്കാൻ ഈ സർക്കാരിന് നട്ടലുണ്ടായിട്ടില്ല. അപ്പൊ ജീവനക്കാരെ വഞ്ചിക്കുന്നു, സാധാരണക്കാരെ വഞ്ചിക്കുന്നു, റിട്ടയർ ചെയ്ത ജീവനക്കാരെ വഞ്ചിക്കുന്നു, പാവപ്പെട്ട രോഗികളെ വഞ്ചിക്കുന്നു. ഇതിനെല്ലാം പുറമെ വിലക്കയറ്റം കൊണ്ട് സംസ്ഥാനം പൊറുതിമുട്ടുക. മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. തിരുവനന്തപുരം നഗരത്തിൽ പോലും പേപ്പട്ടികളെ കൊണ്ട് മനുഷ്യന് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നാൽ പേപ്പട്ടി കടിച്ചാലോ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഉടനെ മരിക്കുന്ന അവസ്ഥയാണ്. പേപ്പട്ടി കടിച്ചാൽ ചിലപ്പോൾ 2 ദിവസം കൊണ്ട് മരിക്കും, ഇഞ്ചക്ഷൻ എടുത്താൽ 1 ദിവസം കൊണ്ട് മരിക്കും. കാരണം മരുന്ന് പോലും സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിലില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ ആണ് ഇപ്പൊ അവസാനം എന്താണ്, സൂബ ഡാൻസ്, എന്താ സൂബ. ഇപ്പൊ സൂബ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക മന്ത്രിമാർ. ഇന്നലെ വാസവൻ കളിക്കുന്നുണ്ട് സൂബ ഡാൻസ്. മിനിഞ്ഞാന്ന് ശിവൻകുട്ടി ഇവിടെ വന്ന് കളിച്ചു. അപ്പൊ മന്ത്രിമാരോട് പറയാനുള്ള, ഒന്നുകിൽ മര്യാദയ്ക്ക് ഭരിക്കുക, അല്ലെങ്കിൽ രാജിവെച്ചിട്ട് സൂബ ഡാൻസ് കളിക്കാൻ പോകും. അതല്ലാതെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ തെറ്റുകൾ മറയ്ക്കാൻ നോക്കിയാൽ ഇനിയും നിലമ്പൂരുകൾ ആവർത്തിക്കും എന്ന് മാത്രമാണ് ഇവരോട് പറയാൻ. ഇവിടെ പിണറായി സത്യത്തിന്റെ പേരിൽ കടും വെട്ട് കണക്കാണ് ഈ കേരളത്തിൽ.
എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്തു. ഇനി ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ ഡിവൈഎഫ്ഐക്കാര് പുഷ്പനെ അറിയാമോ എന്ന് നമ്മളോട് ചോദിക്കില്ല. കാരണം പുഷ്പനെ